ഞാൻ നിങ്ങൾക്കൊരു ഫേസ്ബുക്ക് സംബന്ധമായ ഒരു പുതിയൊരു ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്തുന്നത്. ഇപ്പോൾ ഫേസ്ബുക്കിൻ്റെ തന്നെ ഒരു ആപ്ലിക്കേഷനാണ്. നമുക്ക് പ്ലേ സ്റ്റോറിൽ ഫ്രീ ആയിട്ട് തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഞാൻ ഇതിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് മുകളിൽ വെക്കുന്നുണ്ട്. ആവശ്യമുള്ള സുഹൃത്തുക്കൾ അവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഇപ്പം ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന ആ ഒരു ഐക്കൺ ലഭിക്കുന്നത്. അതിനു മുമ്പ് നിങ്ങൾക്ക് കാൾ ഫോർ ഫേസ്ബുക്ക് എന്ന ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടത്. ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം മാത്രമാണ് നിങ്ങൾക്ക് ഫേസ്ബുക്ക് എന്ന ഒരു ആപ്ലിക്കേഷനുള്ള ഐക്കണുള്ള ഇപ്പോൾ സ്ക്രീനിലായിട്ട് കാണുന്ന ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നത്. നിങ്ങൾ ഇനി ഈ ഒരു ആപ്ലിക്കേഷൻ വെച്ച് നിങ്ങൾക്ക് വാട്സാപ്പിൽ എങ്ങനെയാണോ നിങ്ങൾ മെസ്സേജ് അയക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ സുഹൃത്തുക്കൾക്ക് മെസ്സേജ് അയക്കാം. ഒപ്പം കോളിംഗ് കിട്ടാത്ത സുഹൃത്തുക്കൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വഴി കോൾ ചെയ്യാൻ കഴിയും. ഞാൻ എൻ്റെ 1-2 സുഹൃത്തുക്കളുമായിട്ട് ട്രൈ ചെയ്ത് നോക്കി. നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാം. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. നിങ്ങൾ ഇവിടെയായിട്ട് നിങ്ങളുടെ ഫേസ്ബുക്കിൻ്റെ ജിമെയിൽ ഐ ഡിയും ഫേസ്ബുക്കിൽ എന്താണോ കൊടുത്തേക്കുന്നത് ഫോൺ നമ്പറോ അല്ലെങ്കിൽ ചില സുഹൃത്തുക്കൾ ജിമെയിൽ ഐ ഡി വെച്ചായിരിക്കും ലോഗിൻ ചെയ്തേക്കുന്നത്. ചിലവർ ഫേസ്ബുക്കിൻ്റെ ഫോൺ നമ്പർ വെച്ചായിരിക്കും ഓപ്പൺ ചെയ്തത്. നിങ്ങൾ ഫേസ്ബുക്ക് എങ്ങനെയാണോ ഓപ്പൺ ചെയ്യുന്നത് അതേപോലെ തന്നെ ഇവിടെ ഫേസ്ബുക്കിൽ കൊടുത്തിരിക്കുന്ന ജിമെയിൽ ഐ ഡിയും താഴെയായിട്ട് ഫേസ്ബുക്കിൻ്റെ പാസ്വേഡും ടൈപ്പ് ചെയ്ത് കൊടുത്ത് ശേഷം ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്ത് ഓപ്പൺ ചെയ്യുക. ഇതുപോലെ ആയിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വരുമ്പം കാണാൻ കഴിയുന്നത്. ഇനി നിങ്ങളുടെ ഫേസ്ബുക്കിലുള്ള എല്ലാ സുഹൃത്തുക്കളെ എത്ര ഫ്രണ്ട്സ് ഉണ്ടോ അത്രയും സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ കഴിയും. ഇനി മേളിലായിട്ട് ഓൺലൈൻ എന്നുള്ള ഭാഗത്ത് ടിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം ഓൺലൈനിലുള്ള സുഹൃത്തുക്കളെ എത്ര പേരുണ്ടോ അത്രയും പേരെ കാണാൻ കഴിയും. നമുക്കതൊന്ന് ടിക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഇപ്പം ടിക്ക് ചെയ്യുന്ന സമയത്ത് ഓൺലൈനിൽ ആരൊക്കെ ഉണ്ടോ നമ്മുടെ ഫേസ്ബുക്കിൻ്റെ ഓൺലൈനിൽ അവരെ എല്ലാം ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ നമുക്ക് കാണാൻ കഴിയും. ഇപ്പം ഓൺലൈൻ എന്നുള്ളത് ടിക്ക് മാർക്ക് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഓഫ്ലൈനിലുള്ളവരെയും ഓൺലൈനിലുള്ളവരെയും മിക്സ്ഡ് ആയിട്ടാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. ഓൺലൈനിൽ എന്നുള്ളത് ടിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരെ മാത്രം കാണാം. ഇനി നമ്മൾക്ക് ആർക്കാണോ മെസ്സേജ് സെൻഡ് ചെയ്യേണ്ടത് നമുക്ക് മുകളിലായിട്ട് ഇവിടെ സെർച്ച് ചെയ്ത് അവരുടെ പ്രൊഫൈൽ എടുക്കാം. ഞാനിപ്പം തൽക്കാലം ഇതിലുള്ള ഒരു പ്രൊഫൈൽ ഞാൻ ഒന്ന് സെലക്ട് ചെയ്യാണ്. ഇപ്പം നിങ്ങൾക്ക് സാധാ ഇവിടെ മുകളിലായിട്ട് കോളിങ്ങിൻ്റെ ഓപ്ഷൻ ഉണ്ട്. തൊട്ടടുത്ത് തന്നെ മുകളിലായിട്ട് തന്നെ ആ ഒരു കോൾ ബട്ടൺ കാണാം. നമുക്ക് കോൾ ചെയ്യാം. ആ ഒരു ഓപ്ഷനിലൂടെ നമ്മൾ കോൾ ചെയ്യുന്ന സുഹൃത്തുക്കൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ അവർക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ കഴിയൂ. താഴെ പ്ലസ് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ അതേപോലെ വീഡിയോസ് എടുക്കാനും ഫോട്ടോസ് എടുക്കാനും ഉള്ള ഓപ്ഷൻ ഉണ്ട്. വീഡിയോസ് സെൻഡ് ചെയ്യാൻ, വോയിസ് റെക്കോർഡ് ചെയ്യാൻ, അതേപോലെ ഈ ഒരു ആപ്ലിക്കേഷൻ വഴി മ്യൂസിക് സെൻഡ് ചെയ്യാൻ കഴിയും, ഫയൽസ് സെൻഡ് ചെയ്യാൻ കഴിയും. അപ്പം ഈ മ്യൂസിക്കും ഫയലും മിക്കവാറും മെസ്സഞ്ചറിൽ നമുക്ക് സെൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷേ ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നമുക്ക് അത് കഴിയും. അതേപോലെ മെസ്സേജുകൾ ഇവിടെ ടൈപ്പ് ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് തന്നെ സെൻഡ് ചെയ്യാൻ കഴിയും. ഒപ്പം കുറച്ച് സ്മൈലീസ് നമ്മുടെ വാട്സാപ്പിലുള്ളതുപോലെ തന്നെയുള്ള കുറച്ച് ആപ്ലിക്കേഷനുകൾ ഇതിൽ സ്മൈലീസുകളും മറ്റും ഇതിലുണ്ട്. ഞാൻ 1-2 സുഹൃത്തുക്കളുമായിട്ട് ഞാൻ മെസ്സേജ് ചെയ്ത് നോക്കിയിരുന്നു. ഞാനിപ്പം ഇവിടെ ഒരു സുഹൃത്ത് ഇപ്പോൾ ഒരു മെസ്സേജ് സെൻഡ് ചെയ്തതിന് നമുക്ക് ഒന്ന് റിപ്ലൈ ചെയ്ത് നോക്കാം. എൻ്റെ മൊബൈൽ അല്പം സ്ലോ ആണ്, എങ്കിലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം.
ഈ ഒരു ആപ്ലിക്കേഷനിലേക്ക് മെസ്സേജ് വരുന്നത് നിങ്ങൾക്ക് മുകളിലായിട്ട് കാണാൻ കഴിയും. ഞാനിപ്പം ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഒട്ടനവധി സുഹൃത്തുക്കൾ ഇതിലേക്ക് മെസ്സേജ് അയച്ചിരുന്നു. ഇപ്പം കണ്ടില്ലേ, നമുക്ക് മെസ്സഞ്ചറിൽ ലഭിക്കാത്ത പല സ്മൈലീസും ഇവിടെ നിന്ന് നമുക്ക് സെൻഡ് ചെയ്യാൻ കഴിയും. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും കൂടി എത്തിച്ചു കൊടുക്കുക. കാരണം ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടി എത്തിച്ചു കൊടുത്താലേ നിങ്ങൾക്ക് അതൊരു പൂർണ്ണമായും ഉപയോഗം ഉണ്ടാകും. കാരണം അവർക്കും കൂടി ഈ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കോൾ ചെയ്യാൻ കഴിയൂ. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും കൂടി ഈ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കുക. ഒപ്പം മറ്റൊരു നല്ലൊരു ആപ്ലിക്കേഷനുമായി വീണ്ടും കാണാം. എൻ്റെ പേജ് ലൈക്ക് ചെയ്യാത്ത സുഹൃത്തുക്കൾ പേജ് ലൈക്ക് ചെയ്ത് വെക്കുക. വിഷ്ണു ബാബു എന്ന് അടിച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ ഫേസ്ബുക്ക് പേജ് ലഭിക്കുന്നതാണ്.